കഴിഞ്ഞ ഞായറാഴ്ച അല്ല, അതിന് മുമ്പത്തെ ഞായറാഴ്ച മുഷറാക്ക ഭാരിച്ചൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. നമ്മളെ തുര ഭാഗത്തുള്ള ജന്മന നട്ടലില്ലാത്തൊരു കുട്ടീനെ സംബന്ധിച്ച് മുഷറാക്കും അഷ്റഫാക്കിയൊക്കെ ഇവിടെ സംസാരിച്ചു. അന്ന് തന്നെ വീട്ടിൽ പോകണം, പെണ്ണുങ്ങളെയും കൂട്ടി വീട്ടിൽ പോകണം എന്ന് ആഗ്രഹിച്ചു. പക്ഷേ സന്ദർഭവശാൽ നമ്മളെ വർക്കിൻ്റെ ഇടയിൽ പറ്റിയില്ല. അള്ളാഹുവിനെ മാറ്റാൻ അനുഗ്രഹം കൊണ്ട് അതിനുള്ളൊരു ഭാഗ്യം, ഒരവസരം എനിക്ക് മുഷറാക്ക് തന്നു. അത് ഏറ്റെടുക്കുമ്പോൾ അതൊരു വലിയൊരു പരീക്ഷണത്തിൻ്റെ ഒക്കത്താവെന്നുള്ളത് ഞാൻ ഓർത്തിട്ടില്ല. അന്ന് തന്നെ ഞാൻ അബ്ദുറഹ്മാനിക്കും പെണ്ണുങ്ങളും പോയി ആ വീട്ടിൽ പോയി ആ കുട്ടീൻ്റെ കാര്യങ്ങൾ പഠിച്ചു. ആ സമയത്ത് ഞാൻ എൻ്റെ അവസ്ഥകളൊക്കെ അറിയാം. ഒരു സന്താനമില്ലാത്തതിൻ്റെ പ്രയാസം പിന്നെ എന്താണെന്ന് എനിക്ക് ശരിക്കും അറിയാം. കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത വേറെ അനുഭവം എന്തെന്ന് വെച്ചാൽ, വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ബഷീറാക്കിയും പെണ്ണുങ്ങളും കുട്ടികളും എല്ലാം പാടെ തിരുവനന്തപുരത്തേക്ക് ടൂറ്. അന്ന് മാള് ചെറുതാണ്. 2 ദിവസത്തെ യാത്രൻ്റെ ഇടയിൽ കുട്ടികളേറ്റിൽ നിന്ന് ഇടവൈകി ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം ആ ഒരാഴ്ച ഞാൻ തള്ളി നീക്കിയ പ്രയാസം എനിക്കറിയാം. അങ്ങനെ കുട്ടികളായിട്ട് നമ്മളിങ്ങോട്ട് ഇടവൈകി വീട്ടിൽ നിന്നപ്പോൾ ഒരു വല്ലാത്തൊരു ശൂന്യത, അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രയാസം. പക്ഷെ അതിന് മറുപടി എന്ന നിലക്കാണ് ഞാൻ ഈ കുട്ടീൻ്റെ അടുത്ത് പോയപ്പോൾ എനിക്ക് ഇന്നിപ്പോൾ ആ കുട്ടിക്ക് 13 വയസ്സായിട്ടുള്ളൂ. ജന്മനാ നട്ടിലില്ല, പമ്പേഴ്സ് കെട്ടിയിട്ടാണ് കുട്ടി ജീവിക്കുന്നത്. ആ കുട്ടി വളർന്നു വരികയാണ്. ആ കുട്ടി വലിയൊരു യുവാവാകുമ്പോഴും പഠിച്ചവന് ഒരു പമ്പേഴ്സ് കെട്ടേണ്ട ഒരു അവസ്ഥയാണല്ലോ ഉള്ളത് എന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ, അതുകൊണ്ട് തന്നെ ആ കുട്ടീൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ചാൽ പരിഹരിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ അബ്ദുറഹ്മാനിക്കാൻ പ്ലാൻ ചെയ്തു. അന്ന് രാത്രിയാണ് പെട്ടെന്ന് 5-ന് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ വരുന്നത്. നേരെ ചെന്ന് നോക്കിയാൽ വളരെ സീരിയസ് ആണ്. പെട്ടെന്ന് എടുത്തിട്ട് പിന്നെ ഇക്രയ്ക്ക് കൊണ്ടുപോകണം, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം പറഞ്ഞ് നമ്മൾ സൗകര്യപ്രദം ഇക്രയ്ക്ക് കൊണ്ടുപോയി. അതിലേക്കുള്ള സംഗതി എന്താ വെച്ചാൽ മരണം മുഖാമുഖം കാണുകയാണ്. ഇഞ്ചിഞ്ചായിട്ട് ഒരു മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന് കെലിമ ചൊല്ലിയിട്ട് ഇങ്ങനെ ഓൻ തന്നെ സ്വന്തം കെലിമ ചൊല്ലിയിട്ട് പോകുന്ന അവസ്ഥ. പക്ഷേ അവിടെ ഞാൻ അതിൻ്റെ പിറ്റേന്ന് അതിൻ്റെ ഗൗരവം ഞാൻ മനസ്സിലാക്കണം. എവിടുന്നാണ് ഈ ഊർജ്ജം കിട്ടിയത് എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട സംഗതി. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾക്ക് എന്തുണ്ടാവും നമ്മളെപ്പം പിടിച്ചു നിൽക്കാനാണ്. സൗരന്മാരെ അതിന് ഈമാനികമായിട്ട് നമുക്ക് എന്തെങ്കിലും ആത്മീയമായിട്ട് നമ്മളെടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രമല്ല, അതൊന്നും ഉണ്ടാവില്ല. നമ്മളെ സമ്പത്തോ നമ്മളെ സൗകര്യങ്ങളോ നമുക്ക് ഉപകരിക്കാനുള്ള സംഗതി പറഞ്ഞാൽ നമ്മളെ ആയുസ്സിൽ വെച്ചിട്ട് എന്നോട് ഒരു വാക്ക് പറഞ്ഞു, കാക്ക സോക്കിട് വന്നാൽ കഴിഞ്ഞിട്ടൊന്ന്. ഓനടുത്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. അപ്പം ഞാൻ മനസ്സിലാക്കണം അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഓനെ രക്ഷപ്പെടുന്നത് വെച്ചാൽ ഓന് കുറച്ച് കാലം ഇവിടെ കുറച്ച് പണി ചെയ്തിട്ടുണ്ട്. ആ ഒരൊറ്റ നന്മൻ്റെ ഇതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓനെ രക്ഷപ്പെടുന്നത്. മാത്രമല്ല നമ്മൾ ചിന്തിക്കുക, നമ്മളൊക്കെ ബിസിനസ്സുകാരും പല പരിപാടികൾ നടത്തുന്ന ആൾക്കാരാണ്. നമ്മൾ കൊക്കിലും ഒതുങ്ങാത്ത ഓരോ പരിപാടി വെച്ച് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ സ്വത്തും മുതലൊക്കെ എടുത്തിട്ട് നമ്മൾ കടംപിട്ടാന്ന് കഴിയൂല. നമ്മളെ മരിച്ചാൽ നമ്മളെ മക്കളും മൈനറേക്കാരും എത്തീമേക്കാരും ഒരാളെ നമ്മളെ മുതൽ വാങ്ങൂല. നമ്മളെ മുതൽ ഒരാൾ വാങ്ങൂല, നമുക്ക് വിൽക്കാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയൂല. പലരും മേറാബിൽ വെച്ചിട്ട് പിന്നെ കടങ്ങൾ ഏറ്റെടുക്കും. ഒരാളും വീട്ടൊന്നും നിങ്ങൾ ആരും വിചാരിക്കണ്ട, ആരും വീട്ടൂല. ഒക്കെ നമ്മളെ ജീവിതകാലത്ത് നമ്മൾ കടങ്ങളുണ്ടെങ്കിൽ നമ്മളതിനുള്ള ഏർപ്പാട് ചെയ്തു വെച്ചാൽ അത് വസിയത്തായിട്ട് ഏതെങ്കിലും രീതിയിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വടി പിടിക്കും, ഖബറിൽ നമുക്ക് കടക്കാൻ ഒരാൾക്കും കഴിയില്ല. പിന്നെ പണിക്കാരെ ഏൽപ്പിച്ചു. അതിലാണ് ഈ പ്രശ്നം ഉണ്ടാണ്. അപ്പം എനിക്കതിൽ പ്രചോദനമായത് എന്താണെന്ന് വെച്ചാൽ ശംഷീർ കഴിഞ്ഞ ആഴ്ച ഇവിടുന്ന് സംഭവം പറഞ്ഞു. ആ ഓൻ്റെ ഒരു പ്രസംഗമാണ് എനിക്ക് ഈ കുട്ടിൻ്റെ വിഷയത്തിൽ പഠിച്ചോനെ എന്താണെന്ന് വെച്ചാൽ ഐസിന് മുന്നിൽ നിൽക്കുക, മരുന്ന് ഇങ്ങനെ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. 1000, 1500, 750 രൂപ മരുന്ന് വാങ്ങിക്കൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള സംഭവം അറിയില്ല. എന്തായാലും വേണ്ടില്ല, ശംഷീർ അങ്ങനെ ഒരു പരിപാടി ഞാനിത് ചെയ്യാൻ തീരുമാനിച്ചു. ഈ കുട്ടീന് മാത്രമല്ല, ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഈ കുട്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ ഈ പിന്നെ ഇവനെങ്ങനെ കുത്തിപ്പിടിച്ച് കൊണ്ടുപോകുമ്പം ഈ കുട്ടി വിളിക്കുന്നുണ്ട്. ആ കുട്ടീൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓന് പിന്നെ ഉമ്മാനോട് പറയാം, രാത്രി 12 മണിക്ക് ഉമ്മാനെ വിളിച്ചിട്ട് പറയാം, ഉമ്മ നാളെ പണിക്കാർ വരും കേട്ടോ. ഓനത് ഭയങ്കര സംഭവമായിട്ട് മാറ്റിയിരിക്കുകയാണ്. പിറ്റേന്ന് പറഞ്ഞ് ഉമ്മാനോട് പറഞ്ഞ്, അപ്പം ഉമ്മ പറയാണ് ഓൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, കാരണം പിറ്റേന്ന് ഇവിടെ പണിക്കാർ വരും. ഓൻ്റെ ഒരു എത്രയോ കാലത്തൊരു ആ ഉമ്മാനെയും മോൻ്റെയും ഒരു സംഗതി സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. അപ്പോൾ പണിക്കാരിങ്ങനെ ഇടണപ്പാറ കഴിഞ്ഞപ്പം പിന്നെ ഇങ്ങനെ മുറുമുറുപ്പ് തുടങ്ങി. അതിൽ ഞാൻ വണ്ടി സൈഡാക്കി അതിലോട് നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട് ചോദിച്ചു. ഒരാൾക്ക് 2 ഉണ്ട്, ഒരാൾക്ക് 3 ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഇങ്ങനത്തെ ഒരു വീട്ടിലേക്കാണ് പോകണം. നിങ്ങളൊക്കെ കുട്ടികൾ 2 കാലം സ്കൂളിൽ പോകുന്നുണ്ട്, എനിക്ക് കുട്ടികളും മക്കളൊന്നുമില്ല. പക്ഷെ ഞാൻ കണ്ട കാഴ്ച വല്ല അപകടമാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞാൽ നിങ്ങളെ ഹെൽപ്പർമാരും ഞങ്ങളുണ്ടാകും പണിക്കാരുമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ? ആ പണിയാണ്ട് തുടങ്ങിയാൽ തീർത്തിട്ടില്ല, എന്നാൽ അവിടെ പോരാൻ പറ്റില്ല.
അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം തന്നെ കാര്യങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞു. അതോടുകൂടി കണ്ണ് പറഞ്ഞു നടക്കുക. ആ പണി കഴിഞ്ഞ് പിറ്റേന്ന് ആ പണിക്കാരനോട് പറഞ്ഞ ജീവിതത്തിൽ വല്ലാത്തൊരു അനുഭവമായി കാക്ക. തിരുവനന്തപുരത്തുള്ള ആൾക്കാരാണ്. ജീവിതത്തിൽ ഇല്ലാത്ത അനുഭവമായി. കാരണം നമ്മൾ ആ പണി ചെയ്താൽ പോകുന്നതിന് നമ്മൾ എന്തിനാണ് ജീവിക്കണമെന്ന്. ഒരു പണിക്കാരൻ മുസ്ലിമാണ്, മുസ്ലിങ്ങളൊന്നുമില്ല. സംഗതികൾക്ക് പറഞ്ഞിട്ടേ പോലെ ഇത്ര പണികൾ നമ്മൾ ഏത് സംഗതി ആൾക്കാരെ മുന്നേ പറയുന്ന രീതിയിൽ പറഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ അൽഹംദുലില്ലാ ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ് എനിക്ക് ഫോൺ തന്നെ സംഗതിയൊക്കെ നോർമലായിട്ടുണ്ട്, വാർഡ്ക്ക് മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ആ ഒരു തീരുമാനം എടുത്ത് അതിൽ നമ്മളെ ഉറച്ചാണ് നിന്നപ്പം അള്ളാഹ് സഹായിക്കണം. അങ്ങനെ ആ കുട്ടി പിന്നെ ആകെ ഓനിങ്ങനെ കസാലയിൽ ഇരുന്നിട്ട് ഓനെ പണിയെടുപ്പിക്കണ മാതിരി പിന്നെ ഇങ്ങനെ ഇരുന്ന് നോക്കുകയാണ്. ഓന് വെള്ളം കുടിച്ചാൽ ഒന്നിനും പോകണില്ല. ലാസ്റ്റ് ഓനെ അബ്ദുറഹ്മാൻ എന്നെ എടുത്തിട്ട് ഒരു ഫോട്ടോ എടുക്കണം. അടുത്ത് പിന്നെ ഞങ്ങൾ നിസ്കരിക്കാൻ പോകുമ്പം ഇവിടെ ഉമ്മാനെ നീട്ടി വിളിക്കണം. എന്താ വെച്ചാൽ ഉമ്മ ബലത്തെ പോകണമെന്ന്. അപ്പോൾ ഓൻ വിചാരിച്ച് ഞങ്ങൾ പോവാണെന്ന്. അപ്പോൾ ഞങ്ങൾ പള്ളിക്കൊക്കെ പോവാണ്, നിസ്കരിച്ചപ്പോൾ വരുന്നതാണ്. ഓൻ്റെ സന്തോഷത്തിന് ഒരു അത് സാറും പറഞ്ഞു നമുക്ക് എന്താ മുടക്ക്, എനിക്കും അബ്ദുറഹ്മാൻക്കും ഞങ്ങളെ സമയം ഞങ്ങൾ ആരോഗ്യമല്ലാതെ ഒരു സംഗതി ഒരു ഉറുപ്പയിലും മുടക്കില്ല, ഒരു ഉറുപ്പയും മുടക്കില്ല. പക്ഷേ ഓൻ്റെ ആ സന്തോഷം അമ്മ പറയാണ്. ഞാൻ ആ ക്ലോസറ്റ് ചെറിയൊരു ക്ലോസറ്റാണ്, ഒരു കുടുംബം ഉപയോഗിക്കുന്ന ഒരു ക്ലോസറ്റ് എന്നാൽ ചെറിയൊരു ക്ലോസറ്റ് മാത്രമല്ല ഒന്നായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ കക്കൂസിൻ്റെ ഉള്ളിൽ സിമെൻ്റൊക്കെ പോയിട്ട് അത് തട്ടിയിട്ട് എൻ്റെ കൈയും കാലും വിരലൊക്കെ കംപ്ലീറ്റ് മുറിയാണ്. കണ്ടപ്പോൾ തന്നെ വല്ലാത്ത സങ്കടം. അതിങ്ങനാണ്ട് പെട്ടെന്ന് പണി കഴിഞ്ഞ് ഓൻ പിന്നെ പറഞ്ഞത് ഞാനും ഇത് കിടക്കുകയാണെന്നാണ്. കക്കൂസിൻ്റെ ഉള്ളിൽ കിടക്കുക എന്ന് പറയും അത്രയും ഓന് അത് എഫക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ വീട്ടിലൊക്കെ ഒന്ന് പോയി കണ്ടാൽ നമുക്ക് അള്ളാഹു ചെയ്തുന്ന അനുഗ്രഹം ഓൻ്റെ അവസ്ഥ. ഇപ്പോൾ കുറച്ച് കാലമായിട്ടും സംസാരം വളരെ കുറവാണ് നമ്മ പറഞ്ഞത്. അതൊക്കെ നല്ലോണം സംസാരിച്ചതിന് ഓന് ഇപ്പം സംസാരം വളരെ, കാരണം ഓനെ തേടി ആരും എത്തില്ല. ഓൻ വലുതാണ് തിരിച്ചറിവ് വരികയാണ്. അപ്പോൾ എൻ്റെ ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ പടച്ചോന് ഓനൊരു വലിയൊരു മനുഷ്യനായാലും റബ്ബേ ഓന് ഈ പമ്പേഴ്സ് കെട്ടണമല്ലോ എന്ന് ആലോചിച്ച് നോക്കിയപ്പം വല്ലാത്തൊരവസ്ഥ. അപ്പോഴാണ് ഞാൻ ബാക്കിയുള്ളവന് കൂട്ടി അയച്ച്. ഏതായാലും അത് അൽഹംദുലില്ലാ അങ്ങനെ കഴിഞ്ഞു. അഞ്ചൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. പിന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കണേ അതാ ഞാൻ ഒരു ത്യാഗമായിട്ട് ഏറ്റെടുത്തോണ്ടേ കാരണം അള്ളാഹു സുബ്ഹാനഹു ഇത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോരാനും ഇതൊക്കെയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ കണ്ട് അള്ളാഹുവിൽ വരമേൽപ്പിച്ച് ഏതൊരു വിഷയം നമ്മൾ ഏറ്റെടുത്താലും അത് വളരെ ഭംഗിയായിട്ട് അള്ളാഹ് ആക്കിത്തരും. പക്ഷെ നമ്മൾ ആ നിയ്യത്തിൽ എന്ത് ഇസ്കാലം നമ്മൾക്ക് വന്നിക്കുകയാണെങ്കിൽ അള്ളാഹ് ഇട്ട് കൊടയും. നമ്മളെ സമയം സമ്പത്ത് പോട്ടെ, നമ്മളെ സമയം നമ്മളെ ആരോഗ്യം ഇത് നമ്മൾ നല്ലോണം കണ്ടറിഞ്ഞ് എവിടെയാണ് അത് ആവശ്യം അത്യാവശ്യം എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ ചിലവഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇവിടുന്ന് വിരലെടുക്കും. അവിടുത്തെ പിന്നെ വിടിങ്ങൾ ഇവിടുന്ന് നമ്മൾ വിരൽ കടിക്കേണ്ടി വരും. കാരണം ഇന്നൊന്നും ഇങ്ങോട്ട് താങ്ങിക്കൂടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ താങ്ങാൻ വരെ ആളുണ്ടാവില്ല. ആ ഒരു അവസ്ഥയൊക്കെയാണ് നമ്മൾ വിടും. അങ്ങനെ സംബന്ധിച്ചിടത്തോളം കഥ പറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഡോക്ടർ കാണുന്നത്. അതായത് 7 വർഷമായിട്ട് ആ പെണ്ണ് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ പെണ്ണ് പറയാം പടച്ചോനെ 7 കൊല്ലമായിട്ട് എൻ്റെ ആഗ്രഹ പൂർത്തീകരണമാണല്ലോ റബ്ബേജി നടത്തുന്നതെന്ന് പറഞ്ഞു. അബ്ദുറഹ്മാൻ ഡോക്ടർ അടുത്ത് പോയിട്ട് ആ MRI എടുക്കണമെന്ന് ഉള്ള സീറ്റിന് തന്നിട്ട് ആ MRI എടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് കൈക്ക പിടിച്ചിട്ട് പെണ്ണ് പടച്ചോനെ 7 കൊല്ലത്തിൻ്റെ പ്രാർത്ഥനൻ്റെ പൂർത്തീകരണമാണ് ജി നടത്തണമെന്ന്. പിറ്റേന്ന് ആ പെണ്ണ് പോയി റിസൾട്ട് കാണിച്ചു കൊടുത്ത് പിന്നെ ഫിസിയോതെറാപ്പിയുള്ള ചെയ്യേണ്ട കാര്യങ്ങൾ ഡോക്ടർ എഴുതിങ്ങോട്ട് തന്ന് മരുന്ന് കൊടുത്തു. ആ പെണ്ണ് വളരെ സമാധാനത്തിലാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ അതോടുകൂടി ആ പെണ്ണ് പറഞ്ഞ എൻ്റെ ഭർത്താവിൻ്റെ രോഗം മാറണ്ട, പക്ഷെ എന്താണ് എൻ്റെ ഭർത്താവിൻ്റെ രോഗം എന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അത് മാത്രം മതി. അൽഹംദുലില്ലാ രോഗം എന്താണെന്നുള്ള മനസ്സിലായി. മൂപ്പരെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ട് വളരെയധികം പ്രയാസം. നമ്മളെ സംസാരങ്ങളും ഇടപെടലുകളും ഒക്കെ മൂപ്പർക്ക് വളരെയധികം സ്വാതന്ത്ര്യം കിട്ടുന്ന സംഗതി തന്നെ ഉണ്ടായിട്ടുമുണ്ട്. നമ്മളിപ്പോൾ സത്തറബായൊക്കെ കുറേ നേരം സംസാരിച്ചു. അപ്പം നമുക്ക് ഇതിലുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ കുറച്ച് സമയം നമ്മൾ ഈ യഥാഗതമില്ലാത്ത ആൾക്കാർക്ക് നമ്മൾ ചിലവഴിച്ചില്ലെങ്കിൽ നമുക്കൊക്കെ എന്തൊക്കെ അള്ള വെച്ചിട്ടുണ്ടെന്നുള്ള അറിയില്ല. പിന്നെ ആ അവിടെ ഒരു പ്രയാസം വരുമ്പം നമ്മൾ നിസ്കാരം നോമ്പും അല്ലാതെ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ബാക്കി ആവേണ്ടതുണ്ട്. ആ രീതിയിൽ നമ്മളെ ഈ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ പിന്നെ ഷെഡ്യൂൾ ചെയ്ത്